മാതാപിതാക്കളോടൊപ്പം റോഡരികിൽ നിൽക്കുകയായിരുന്ന കുഞ്ഞിന് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. പവന്നൂർ കടവ് സ്വദേശി തസ്രീഫയാണ് മരിച്ചത്. ഗുരുതര പരിക്കുകളോടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനി ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. അജീഷ്, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി 8:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണൂരിലെ പാവന്നൂർ കടവ് പാലത്തിന് സമീപമായിരുന്നു ഈ അപകടം നടന്നത്. വീടിനടുത്ത് വരെ ഈ സ്കൂട്ടർ പോവാത്തതിനാൽ ഈ പാവന്നൂർ പാലത്തിനടുത്ത് സാജിദ് കുട്ടിയെയും ഈ ഭാര്യയെയും സ്കൂട്ടറിൽ നിന്ന് ഇറക്കുന്നതിനിടയിലാണ് അമിത വേഗതയിൽ വന്ന മിനി ലോറി മൂവരെയും ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഈ മൈമൂനെയും മിനി ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും ഈ പാലത്തിന് താഴേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. പിഞ്ചു കുഞ്ഞ് ഈ പാലത്തിന്റെ കൈവരിക്കും ഈ വാഹനത്തിനും ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഈ തസ്രീഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പെരുന്നാൾ ദിനത്തിൽ ബന്ധുവീടുകളിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. മിനി ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സ്ഥലം സ്ഥിരം അപകട മേഖലയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ അച്ഛന്റെയും അമ്മയുടെയും സ്ഥിതി ഗുരുതരമാണ്. അവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. മിനി ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആ കുഞ്ഞിന് ദാരുണാന്ത്യമാണ്. മാതാപിതാക്കൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.